ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ചിലരൊക്കെ ഹാപ്പിയൊന്നും അല്ലായിരിക്കും. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ ഓവർകം ചെയ്ത് വരിക, അതാണ് മെയിൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ വിൽ സ്മിത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പോലത്തെ ഒരു സംഭവം ഞാൻ നെറ്റ്ഫ്ലിക്സിലാന്ന് തോന്നുന്നു ജേക്കബ് വെച്ചത് കണ്ടു, ഹസ്ബൻഡ് വെച്ചത് കണ്ടു. അപ്പോൾ അതിൽ ആൾ സമാധാനം തേടി പോവുകയാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളും, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവർക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം, ഇവർക്കൊക്കെ കാശില്ലേ, ഇവർക്കൊക്കെ കാര്യങ്ങൾ നേടാനൊക്കെ എല്ലാം ഉണ്ടല്ലോ എന്ന്. പക്ഷെ ആൾ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് കാശുണ്ട്, ഓസ്കേഴ്സ്, അതായത് നമുക്കറിയാം ആക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അവാർഡാണ്, ഏറ്റവും മാക്സിമം എന്താ പരമോന്നത ബഹുമതി എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നു. ആ ഒരു അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞ അതൊക്കെ കിട്ടി, എല്ലാവിധ പ്ലെഷേഴ്സും അനുഭവിച്ചു, പക്ഷെ ആൾ ഹാപ്പി ആയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആൾ പറയുകയാണ് എന്താണ് ഹാപ്പിനെസ് എന്ന് തേടി ആൾ പോവുകയാണ്. ആൾ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്തു, അങ്ങനെ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചു, ആൾക്കാരോട് ഒത്തിരി മിങ്കിൾ ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഭൂട്ടാനിലൊരു സ്ഥലത്ത് ആൾ പോയപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരെന്ന് സർവേ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ആൾക്കാർക്ക് എല്ലാ ഫെസിലിറ്റീസും ഒന്നുമില്ല, പക്ഷേ അവർ അതിനകത്ത് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അത് കണ്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ആൾക്കാരെല്ലാം ഷെയർ ചെയ്യും, ഒരുമിച്ച് എല്ലാവരെയും കൂട്ടി എല്ലാവരെയും ഒരുമിച്ചാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒത്തിരി സെലിബ്രേഷൻസ് ഉണ്ടാവും. ആ ഒരു മൊമെൻറ്റിനെ, തോൽവീനെ വരെ അവർ സെലിബ്രേറ്റ് ചെയ്യും. അവർക്ക് എന്തോ ഒരു അമ്പെയ്ത്ത് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരാൾ തോറ്റാലും അതും അവർ സെലിബ്രേറ്റ് ചെയ്യും, ഫെയിലിയറും അവർ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും അതും അവർക്ക് എല്ലാം ഒരുമിച്ചാണ്, അവർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അല്ലാതെ ഞാൻ മാത്രം എന്നൊരു ഫീൽ അവർക്ക് ആർക്കും ഇല്ല. അപ്പം അത് തന്നെയാണ് അവിടുത്തെ ആൾക്കാർ നല്ല ഹാപ്പിയാണ്, സന്തോഷവാന്മാരാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ബേസിക് റീസൺ. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ആ ഒരു ദിവസം, അതായത് ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, കൂടുതൽ ആൾക്കാരെയൊക്കെ ഒരുമിച്ച് നിർത്തി നമ്മൾ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തോ എന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്, അല്ലേ? അപ്പം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇനി തൊട്ടുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, കൊടുക്കുക. പിന്നെ ചില കാര്യങ്ങൾ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളോ റിജക്ഷൻസോ ഒക്കെ നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ പോട്ടെ എന്ന് വെക്കുക. അല്ലാതെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് പരിതപിച്ച് കളയാനുള്ള അല്ല നമ്മുടെ ലൈഫ്. ഓക്കെ, ഇനി ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഈ വേഷം ഇട്ടിരിക്കുന്ന കാര്യം, ഞാനൊരു മൂവി റീസെൻ്റ്ലി ഓൾമോസ്റ്റ് 1 വീക്കായി, ഹക്ക് എന്ന് പറഞ്ഞ മൂവി ഞാൻ കണ്ടു. എനിക്കതിനകത്ത് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നേ ഇല്ല. അതിനൊരു ഡാൻസ് കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഈ അറ്റയർ വാങ്ങിയത് തന്നെ ഒരു പള്ളിയിലൊരു പ്രോഗ്രാമിന് ഡാൻസിന് വേണ്ടി വാങ്ങിയത്. അത് കഴിഞ്ഞു മാസങ്ങൾക്ക് മുന്നേ ഓണം സെലിബ്രേഷന് ഒരു ഡാൻസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ കമ്പനി ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടും കൂടെ ഞാനത് യൂസ് ചെയ്തു. പിന്നെ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അപ്പം ഇതിൽ ഒരു പാട്ടുണ്ട്, അതെൻ്റെ മനസ്സിൽ നിന്ന് പോകണില്ല. അപ്പം ഞാനിപ്പോൾ ഒരു പാട്ട് പാടാൻ പോവാണ്. നാറ്റിക്കരുത് എന്ന് നിങ്ങൾ പറയും. ഞാൻ എൻ്റെ ആഗ്രഹത്തിന് പാടുകയാണേ, ഒന്ന് കേട്ടിട്ട് പോ. ചീത്തയാണെങ്കിൽ പറഞ്ഞോ, തെറി വിളിക്കരുത്. ഓക്കെ, എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കുറച്ച് തെറ്റുണ്ടാവും, താളവും രാഗമൊന്നും ഉണ്ടാവില്ല. പാട്ടൊന്നും പഠിക്കാത്ത കുട്ടിയാണ്, പാവം, ക്ഷമിച്ചേരെ. എന്നൊന്ന് കേട്ട് നോക്ക് കേട്ടോ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അമ്മേ ഫോണ് പോയേനെ. ഓക്കെ, അപ്പം സ്മ്യൂളിൽ ഞാൻ മ്യൂസിക് വെക്കും, മൈക്കുണ്ട്, ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മൂവിയാണ്, നിങ്ങൾ കാണണേ. നെറ്റ്ഫ്ലിക്സിലൊക്കെ ഉണ്ട്, നല്ല 1 ടൈം എങ്കിലും കാണണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മൂവി. कोई शर्त हो या दर्द हो, ये राबता कबूल है। हर सांस है खुशबू भरी, हर रास्ता कबूल है। कोई शर्त
ഈ പാട്ട് ഞാൻ പാടി കുളവാക്കിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഇതിനൊരു ഡാൻസും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. പിന്നെ വേറെ ഒന്നുമില്ല, ഇനി ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നാൽ ഗുഡ് നൈറ്റ്.